ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി കൃഷി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 11-12 ക്യാനിലേക്കുള്ള ഇഞ്ചി വിത്തുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചി വിത്തുകളെല്ലാം ഇതേപോലെ മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കറിക്കൊക്കെ വാങ്ങിക്കുന്ന ഇഞ്ചിയില്ലേ, അത് എടുത്ത് വെച്ച് നമുക്ക് മുള വന്നു കഴിയുമ്പോൾ നട്ടു കൊടുക്കാം. തണലത്ത് വെച്ചേർന്നാൽ മതി, അതുപോലെ മുള വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വിത്ത് വാങ്ങിക്കാനായിട്ട് കിട്ടും, മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വിത്തുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 ക്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ല, കൂടുതൽ സ്ഥലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാരമൊക്കെ കീറി മണ്ണൊക്കെ കൊത്തി ഇളക്കി അങ്ങനെയും നട്ടു കൊടുക്കാം. ഞാൻ നടുന്നത് ഇതേപോലെ ക്യാനുകളിലാണ്. അപ്പോൾ ക്യാനുകളിലെല്ലാം ഞാൻ ചിന്തേർ പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിന്തേർ പൊടി നിറച്ച് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കാൻ നല്ലതാണ്. ഇനി നല്ല മഴ സമയമൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും മണ്ണ് കട്ട കുത്താതിരിക്കാനും വേണ്ടിയിട്ട് ഞാനൊരു പകുതിയോളം ചിന്തേർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മണ്ണ് മിക്സ് ചെയ്തേക്കുന്നതിലും പകുതി മണ്ണും പകുതി ചിന്തേർ പൊടിയും ഇട്ട് കൊടുത്ത് ഒരാഴ്ച മുമ്പ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഒരു 10 ദിവസമായി കാണും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെ, ഇതിലോട്ട് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരമാണ്. അപ്പോൾ ഈ ചാരത്തിൻ്റെ അകത്ത് പേപ്പറുകളോ എന്തെങ്കിലും പ്ലാസ്റ്റിക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണേ. ഇത് ഞാൻ വിറക് കത്തിച്ച അടുപ്പിൽ കത്തിച്ച ചാരമാണ്. നമ്മൾ പുറത്ത് കത്തിക്കുമ്പോൾ എന്തെങ്കിലും പേപ്പറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളം ഇട്ട് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് വെർമി കമ്പോസ്റ്റാണ് കേട്ടോ. എന്ത് കമ്പോസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക്. നമുക്ക് ഈ വളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സ്ഥലത്തും ചെല്ലാൻ പാകത്തിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 വിത്ത് വെച്ച് നട്ടു കൊടുക്കുക. മുകൾ ഭാഗത്ത് കുറച്ച് മണ്ണ് മാത്രം മാറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എല്ലാ ക്യാനുകളിലും 2 വിത്ത് വെച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണ്ണ് മാത്രം മുകളിലിട്ട് കൊടുത്ത് ഒത്തിരി വിത്തുകൾ താഴ്ന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, നല്ല മഴ സമയമല്ലേ, അപ്പോൾ കുത്തി വീണ് ഈ മുള ഒടിഞ്ഞു പോവാതിരിക്കാനും അതുപോലെ വെയിലുണ്ടായാലും പൊള്ളി പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഞാനിവിടെ കുറച്ച് വാഴക്കച്ചിലും പച്ചിലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ വാഴക്കച്ചിലിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പച്ചിലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇഞ്ചി നട്ടു കൊടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടാവശ്യമുള്ള ഇഞ്ചി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്